സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ശബരിമലയിൽ പൂജകളുടെ പേരിലും വൻ വെട്ടിപ്പ്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സൗജന്യമായി ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച ശേഷം ഉദ്യോഗസ്ഥർ പണം എഴുതിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, വലിയ വെട്ടിപ്പും കൊള്ളയും നടന്നു എന്നുള്ളതാണ്. എന്താണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്? രഞ്ജിത്തെ, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം മറ്റൊരു വെട്ടിപ്പ് ശബരിമല നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തെ കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രധാനമായി പൂജാദ്രവ്യങ്ങളുടെ കാര്യത്തിലാണ്. അതായത് സൗജന്യമായി അയ്യപ്പന് ഭക്തർ പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ പൂജാദ്രവ്യങ്ങൾ കണക്കിൽ രേഖപ്പെടുത്താതെ അത് മറിച്ച് മറ്റ് പൂജകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് ദേവസ്വം ബോർഡിന്റെ രസീതിൽ എഴുതി പണം പറ്റുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സൗജന്യമായി നൽകുന്ന സാധനങ്ങൾ സാധാരണഗതിയിൽ അത് അയ്യപ്പന് നൽകുന്നത്, ഭക്തർ നൽകുന്നത് റെക്കോർഡുകൾ, അതായത് രേഖകളിൽ സൂചിപ്പിക്കേണ്ടതാണ്. അത്തരത്തിൽ സൂചിപ്പിക്കാതെ ഇത് മറ്റു തരത്തിലേക്ക് പണം എഴുതിയെടുത്ത്, അതായത് പണം മുടക്കി വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ എഴുതിയാണ് ഈ പണം അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണ് ഈ പണം എടുത്തിട്ടുള്ളതെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും വിജിലൻസിന്റെ കൃത്യമായ ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ശബരിമല നടക്കുന്ന പടിപ്പൂജ, അതുപോലെ തന്നെ കളഭാഭിഷേകം, നെയ്യഭിഷേകം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഭക്തർ വർഷങ്ങളായി, ഒരു വർഷത്തേക്ക് ചില ഭക്തർ വിദേശത്തും അല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തർ ഒരു വർഷത്തേക്ക് സാധനങ്ങൾ വാങ്ങി സൗജന്യമായി നൽകാറുണ്ട്. ഈ സാധനങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വക മാറ്റി, അതായത് ദേവസ്വം ബോർഡ് നേരിട്ട് വാങ്ങി എന്ന് വരുത്തി തീർത്തുകൊണ്ട് കള്ള രസീത് എഴുതിക്കൊണ്ട് പണം തട്ടിയെടുത്തത്. അത് 10 വർഷമായി തുടർച്ചയായി നടത്തുന്നു എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. രേഖാമൂലം നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ വെട്ടിപ്പ് ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ആണ് ഇത് കൃത്യമായി നടത്തിയിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് വലിയൊരു സംഖ്യ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് ഇതിൽ നടത്തിയിട്ടുള്ളതാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ ഒരു അന്വേഷണം, ഓഡിറ്റ് നടത്തണമെന്ന് കൂടി സഹായം കൂടി ഇപ്പോൾ തേടിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വെട്ടിപ്പ് ഈ പൂജ കണക്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ശരി ശശിനാരായണൻ, വലിയ വെട്ടിപ്പാണ് ശബരിമലയിൽ. തീവട്ടിക്കൊള്ളയാണ്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി ശബരിമല നന്നാക്കാൻ ശ്രമിച്ച സർക്കാരിൻ്റെ കാലത്താണ് ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു അറിവ് ഉണ്ടായിരുന്നില്ല എന്നതും ഗൗരവതരമാണ്. എന്താണ് നമ്മുടെ വിജിലൻസും മറ്റ് സംവിധാനങ്ങളും എന്നൊക്കെയുള്ളത് നമ്മൾ അമ്പരപ്പോടെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ചോദിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.